നമസ്കാരം. ഒരാഴ്ച മുൻപ് മാത്രം സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുകയും ഇപ്പോൾ തരംഗമായി മാറുകയും ചെയ്ത കോക്രോച്ച് ജനതാ പാർട്ടിക്ക് പിന്നിൽ പാകിസ്ഥാൻ ബന്ധമുണ്ടെന്ന ഗുരുതര ആരോപണവുമായി BJP രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതോടെ ഇതിനെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ വിവാദം കൂടുതൽ ശക്തമാവുകയാണ്. CJPയുടെ ഫോളോവേഴ്സിൽ പകുതിയോളം പേർ പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന വിവരങ്ങൾ പുറത്തുവിട്ട BJP നേതാക്കൾ ഈ ഓൺലൈൻ പ്രസ്ഥാനത്തെ പാകിസ്ഥാൻ ജനതാ പാർട്ടി എന്ന് വിശേഷിപ്പിക്കുകയും സ്ഥാപകൻ അഭിജിത് ദീപ്കെ ISI ഏജന്റാണെന്ന് ആരോപിക്കുകയും ചെയ്തതോടെ കഴിഞ്ഞ 72 മണിക്കൂറായി ഈ വിഷയം സോഷ്യൽ മീഡിയയിൽ കത്തുകയാണിപ്പോൾ. വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഇൻസ്റ്റഗ്രാമിൽ 20 മില്യൺ ഫോളോവേഴ്സിനെ സ്വന്തമാക്കി BJPയെ പോലും CJP മറികടന്ന പശ്ചാത്തലത്തിലാണ് ഈ പാക് കണക്കുകൾ വലിയ ചർച്ചയാകുന്നത്. CJPയെ ലക്ഷ്യമിട്ട് BJP യുവമോർച്ച ജനറൽ സെക്രട്ടറി തജീന്ദർ ബഗ്ഗയാണ് കോക്രോച്ച് പാർട്ടിയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ രാജ്യം തിരിച്ചുള്ള കണക്കുകൾ വെള്ളിയാഴ്ച പങ്കുവച്ചത്. ഇതുപ്രകാരം പാകിസ്ഥാനിൽ നിന്ന് 49%, US-ൽ നിന്ന് 14%, ബംഗ്ലാദേശിൽ നിന്ന് 14% എന്നിങ്ങനെയാണ് കണക്ക്. ഈ കണക്കുകൾ കൂട്ടി നോക്കുമ്പോൾ 77%-ഓളവും പുറത്തു നിന്നുള്ള ആളുകളാണ് ഇതിനെ പിന്തുടരുന്നതെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. ഈ കണക്കുകൾ അനുസരിച്ച് വെറും 9% ഫോളോവേഴ്സ് മാത്രമുള്ള ഇന്ത്യ 4ാം സ്ഥാനത്താണ്. BJP നേതാവ് പ്രീതി ഗാന്ധിയും ഈ കണക്കുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ഫോളോവേഴ്സ് ശത്രു രാജ്യത്തിരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും ഭാവിക്കുന്നത് നിർത്താനുള്ള സമയമായെന്നും എക്സിൽ കുറിച്ചു. എന്നാൽ ആരോപണങ്ങൾ ഇവിടം കൊണ്ട് തീരുന്നില്ല. ജെൻസി തലമുറയുടെ ആശങ്കകൾ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് സ്ഥാപകൻ അഭിജിത് ദീപ്കെ അവകാശപ്പെടുന്ന ഈ പാർട്ടിയുടെ ഫോളോവേഴ്സിലുണ്ടായ വലിയ വർധനവ് കണക്കിലെടുത്ത് ഇത് വിദേശത്ത് നിന്നുള്ള ബോട്ടുകളോ ഇനാക്റ്റീവ് അക്കൗണ്ടുകളോ ആകാമെന്ന് നിരവധി സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾ സൂചിപ്പിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ കോക്രോച്ച് പാർട്ടിയുടെ ഫോളോവേഴ്സ് കുതിച്ചുയരുമ്പോഴും അതിനാനുപാതികമായ വർധനവ് എക്സ് പ്ലാറ്റ്ഫോമിൽ ദൃശ്യമാകുന്നില്ലെന്ന വാദവും മറ്റൊരു വിഭാഗം ഉയർത്തുന്നുണ്ട്. കൗതുകരമായ മറ്റൊരു വസ്തുത, കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് CJPയുടെ എക്സ് അക്കൗണ്ട് വ്യാഴാഴ്ച ഇന്ത്യയിൽ റദ്ദാക്കിയിരുന്നു. ദി ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് പ്രകാരം ദേശീയ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്റലിജൻസ് ബ്യൂറോ നൽകിയ മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നടപടി. ബ്ലോക്ക് ചെയ്യപ്പെടുന്നതിന് മുൻപ് ഈ എക്സ് അക്കൗണ്ടിന് 2 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യക്ക് പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ അക്കൗണ്ട് ഇപ്പോഴും ലഭ്യമാണ്. അക്കൗണ്ട് പൂട്ടി മണിക്കൂറുകൾക്കകം ദീപ്കെ കോക്രോച്ച് ഈസ് ബാക്ക് എന്ന പേരിൽ എക്സിൽ പുതിയൊരു ഹാൻഡിൽ ആരംഭിക്കുകയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഇതിന് 1.5 ലക്ഷത്തിലധികം ഫോളോവേഴ്സിനെ ലഭിക്കുകയും ചെയ്തു. രാഷ്ട്രീയ നേതാക്കളും പ്രമുഖരുമായ മഹുവ മൊയ്ത്ര, സാഗരിക ഘോഷ്, ഗുൽ പനാഗ്, പ്രശാന്ത് ഭൂഷൺ തുടങ്ങിയവരും ഇതിൽ ഉൾപ്പെടുന്നു. ആരോപണങ്ങൾ ശക്തമായതോടെ സ്ഥാപകൻ ദീപ്കെ തന്നെ യഥാർത്ഥ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതുപ്രകാരം CJPയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിന്റെ 94% ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് അദ്ദേഹം പറയുന്നു. തൊട്ടുപിന്നിൽ US ആണ് 1%, UK-യിൽ നിന്ന് 0.7% എന്നിങ്ങനെയാണ് കണക്കെന്നും അദ്ദേഹം പറയുന്നു. നിങ്ങൾ ഈ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ അതിൽ പരാജയപ്പെട്ട സ്ഥിതിക്ക് യഥാർത്ഥ കണക്കുകൾ ഞാൻ തന്നെ പങ്കുവെക്കാമെന്നും 94% വരുന്ന ഇന്ത്യൻ യുവാക്കളെ നിങ്ങൾ എന്തിനാണ് പാകിസ്ഥാനികളെന്ന് വിളിക്കുന്നതെന്നും ദീപ്കെ ട്വീറ്റ് ചെയ്യുന്നു. ബഗ്ഗയോ ദീപ്കയോ തങ്ങളുടെ കൈവശമുള്ള കണക്കുകളുടെ സ്രോതസ് വ്യക്തമാക്കിയിട്ടില്ല. എങ്കിലും CJP ഹാൻഡലിന്റെ സൃഷ്ടാവ് എന്ന നിലയിൽ ഫോളോവേഴ്സിന്റെ വിവരങ്ങൾ അടങ്ങിയ ഇൻസ്റ്റഗ്രാം ഡേറ്റ പരിശോധിക്കാൻ ദീപ്കയ്ക്ക് സാധിക്കും. എന്നാൽ BJPയും ബഗ്ഗയും പങ്കുവെക്കുന്ന വിവരങ്ങൾ തേർഡ് പാർട്ടി ആപ്പുകൾ വഴി ശേഖരിച്ചതാകാനാണ് സാധ്യത എന്നതിനാൽ അവ വിശ്വസനീയമായിരിക്കില്ല. ഇതുവരെ മെറ്റയോ ഇൻസ്റ്റഗ്രാമോ ഇതിൽ ഔദ്യോഗിക വിവരങ്ങളൊന്നും പുറത്തുവിട്ടിട്ടുമില്ല. എന്നിരുന്നാലും ദീപ്കയ്ക്ക് നേരെയുള്ള കടുത്ത വിമർശനങ്ങളുടെയും ആരോപണങ്ങളുടെയും ഭീഷണികളുടെയും ഒഴുക്ക് തടയാൻ ഇതുകൊണ്ടൊന്നും സാധിച്ചിട്ടില്ല. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വിവാദ പരാമർശങ്ങൾക്ക് പിന്നാലെ ഒരാഴ്ച മുൻപ് ഒരു പാരഡി പാർട്ടിയായി ആരംഭിച്ച CJP ചുറ്റിപ്പറ്റി വലിയ കോലാഹലങ്ങളാണ് നടക്കുന്നത്. ദീപ്കയ്ക്കെതിരെ ഇപ്പോൾ വീണ്ടും ഉയർന്നിരിക്കുന്ന പ്രധാന ആരോപണം അദ്ദേഹം ISI പണം നൽകുന്ന ഒരു ഏജന്റാണെന്നാണ്. നരേന്ദ്രമോദി സർക്കാർ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ സമയത്ത് പാകിസ്ഥാൻ അനുകൂല നറേറ്റീവുകളും പ്രകോപനപരമായ ഉള്ളടക്കങ്ങളും ദീപ്കെ പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് ലീഗൽ റൈറ്റ്സ് ഒബ്സർവേറ്ററി 2019 നൽകിയ പരാതി തജീന്ദർ ബഗ്ഗെ ഉൾപ്പെടെയുള്ള നിരവധി ഉപയോക്താക്കൾ വീണ്ടും പങ്കുവെക്കുന്നുണ്ട്. ദീപ്കെ ഒരു പൂനെ AAP നേതാവ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വ്യാജ പ്രചാരണങ്ങളും ഹുറിയത് മോഡൽ വിഘടനവാദവും പരത്തുകയാണെന്ന് എല്ലാവരും തങ്ങളുടെ പരാതിയിൽ ആരോപിച്ചിരുന്നു. ഭീകരവിരുദ്ധ നിയമമായ UAPA പ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അവർ പൂനെ പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും ആ പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്നതിനാൽ ഇതൊരു ആരോപണമായി തന്നെ അവശേഷിക്കുകയാണ്. ദീപ്കെ ഒരു ISI ഏജന്റാണെന്ന് അന്വേഷണ ഏജൻസികളൊന്നും ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല. നിലവിലെ സാഹചര്യത്തിൽ ആക്ഷേപഹാസ്യത്തിന്റെയും പ്രതിഷേധ രാഷ്ട്രീയത്തിന്റെയും ഇന്റർനെറ്റ് സംസ്കാരത്തിന്റെയും ഒരു അപൂർവ മിശ്രണമായി കോക്രോച്ച് പാർട്ടി തുടരുകയാണ്. ഒരു പാരഡിയായി തുടങ്ങിയതാണെങ്കിലും ഇന്ത്യയിലെ രാഷ്ട്രീയ ചർച്ചകളുടെ കേന്ദ്രസ്ഥാനത്തേക്ക് ഇത് അതിവേഗം വളർന്നു വരികയായിരുന്നു.